ജില്ലാ കളക്ടർ സ്ഥാനം നിങ്ങൾക്ക് തരുന്നില്ല എന്ന് വിചാരിക്കാം. എവിടെയും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, IAS കിട്ടിക്കഴിഞ്ഞാൽ ജില്ലാ കളക്ടർ ആക്കണം എന്ന്. നമ്മളവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയിരിക്കുമ്പോൾ സൈഡ് മൊരിഞ്ഞ അപ്പമാണോ മൊരിയാത്ത അപ്പമാണോ ഇഷ്ടമാണെന്നൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. പ്രിപ്പറേഷൻ എന്ന് തുടങ്ങുന്നുവോ അന്ന് തൊട്ട് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾസോ താങ്ക് യു ദ ഹിന്ദു ആൻഡ് ഓൾസോ ഓൾ ദി സ്പോൺസേഴ്സ് ഫോർ അറേഞ്ചിങ് ദിസ് വണ്ടർഫുൾ സെഷൻ. ആൻഡ് ഐ തിങ്ക് ദിസ് വിൽ encourage most of our young and budding aspirants, especially the civil servants of Kerala cadre. I have seen a huge list of civil servants who are coming here and giving the insights. So മലയാളത്തിലേക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലതല്ലേ, പ്രത്യേകിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതിലിപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നതല്ല, സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണം, IAS ആവണം. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു സാധനം കൂടി ആഡ് ചെയ്യാം. സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണം, IAS ആവണം, ഹോം കേഡർ കിട്ടണം. അതാണ് ദ പീക്ക് എന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒന്നുമില്ല, എക്സെപ്റ്റ് ഫോർ ദോസ് ഹു ഈസ് ആസ്പയറിംഗ് ഫോർ അനദർ സർവീസസ് ലൈക്ക് IFS ഓർ IPS. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ നമ്പേഴ്സ് വളരെ കുറവായിരിക്കും തോന്നുന്നു. ഇതിൽ IAS വേണ്ട എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എനിക്ക് IAS വേണ്ട, മറ്റേതോ ഒരു വീഡിയോയിൽ മറ്റേ ഫോൺ ചെയ്തപ്പോൾ ചോദിക്കുന്നത് പോലെ IAS വേണം, എനിക്ക് ഒന്നമർത്തു, IPS വേണമെങ്കിൽ രണ്ടമർത്തു, കണ്ടു കാണുമല്ലോ അല്ലേ? IAS വേണ്ട, ഏതാണ് വേണ്ടത്? IFS. ഓക്കെ, IPS ഓർ IFS? IPS. ഓക്കെ. ഇനി ആരുടെയെങ്കിലും കൈകൾ വേറെ ഉയർന്നിട്ടുണ്ടോ എന്നറിയില്ല. വളരെ കുറച്ചേ ഉള്ളൂ, 99 എനിക്ക് തോന്നുന്നു 5% ആൾക്കാരും IASന് വേണ്ടിയിട്ടായിരിക്കും ആസ്പയർ ചെയ്യുക അല്ലേ? എന്തുകൊണ്ടാണ് IAS ഇത്രയും ഗ്ലാമറസ് സർവീസ് ആകുന്നത്? പ്രസ്റ്റീജ് ഇസ് എ വേർഡ് ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. എസ്പെഷ്യലി സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് അല്ലേ, കളക്ടർ ആവാൻ വേണ്ടി പഠിക്കുക. എല്ലാവരും പറയുന്നതാണ്. ഇതിലിപ്പോൾ 10-24 സർവീസ് ഉണ്ട്. IAS എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ആകെ 2-3 വർഷം മാത്രം വരുന്ന ഒരു പോസ്റ്റിംഗ് ആണ് ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 30 വർഷത്തെ സർവീസിൽ 2 വർഷമാണ് കളക്ടറായിട്ടിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ 3 വർഷമാണ്. അതല്ലാത്ത വർഷങ്ങളിലൊക്കെ നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ പോസ്റ്റുകളിലിരിക്കണം. പക്ഷേ ഈ കളക്ടർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ഗ്ലാമറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിക്ക് ആദ്യമേ ഞാനൊരു നെഗറ്റീവ് ടോണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. എന്തിനു വേണ്ടി ഞാൻ ഈ സർവീസ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം ആലോചിക്കുമ്പോൾ, ജില്ലാ കളക്ടർ സ്ഥാനം നിങ്ങൾക്ക് തരുന്നില്ല എന്ന് വിചാരിക്കാം. എവിടെയും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, IAS കിട്ടിക്കഴിഞ്ഞാൽ ജില്ലാ കളക്ടർ ആക്കണം എന്ന്. അതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങളെ ജില്ലാ കളക്ടർ ആക്കില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇനി ഒരു കോടതിയിലും പോയിട്ട് പറയാൻ പറ്റില്ല എന്നെ ജില്ലാ കളക്ടർ ആക്കിയില്ല, ഞാൻ ഈ പരീക്ഷ എഴുതിയത് ജില്ലാ കളക്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. എവിടെയും പറയുന്നില്ല, ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനിലോ നമ്മുടെ സിവിൽ സർവീസ് ചട്ടങ്ങളിലോ എങ്ങും പറയുന്നില്ല ജില്ലാ കളക്ടർ ആക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കുന്നത്, ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ എന്താണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കണം. ആ ഐഡിയ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് ഇനി അങ്ങോട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പറയാം. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഇപ്പോൾ ഒന്നിവിടെ സൂചിപ്പിച്ചതുപോലെ അതിനകത്തൊരു അസോസിയേറ്റഡ് ഒരു പ്രസ്റ്റീജ് ഉണ്ടാകാം, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ നാട് നന്നാക്കുക, രാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവിതവും തൻ്റെ സമയവും എനർജിയും ഒക്കെ മാറ്റി വയ്ക്കുക അല്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതൊരു ജോബാണ്, നല്ല ഒരു മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ കിട്ടാൻ പറ്റിയ ഏറ്റവും മികച്ച ജോബാണ്. അപ്പോൾ സാലറി കിട്ടും, സസ്പെൻഷനിലാണെങ്കിലും സാലറി കിട്ടും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജോലി. പിന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ ഒരു കളറ് കണ്ടിട്ട്, അതായത് ഒരു ഗൺമാൻ ഉണ്ടാകും അല്ലേ, ഒരു കൊടി വെച്ച കാറുണ്ടാകും, ലൈറ്റുള്ള കാറുണ്ടാകും, പോലീസ് കാണുമ്പോൾ സല്യൂട്ട് ചെയ്യും. ഇതൊന്നും വേണമെന്നില്ല കേട്ടോ, ഗൺമാൻ കളക്ടർ പോസ്റ്റിൽ മാത്രമുള്ള കാര്യമാണ്. സല്യൂട്ട് ചെയ്യണമെന്ന് എവിടെയും നിർബന്ധമില്ല. മറ്റേ പഴയ ഇഷ്യൂ അറിയാമല്ലോ, സല്യൂട്ട് ചോദിച്ചു വാങ്ങിയ ഇഷ്യൂ ഒക്കെ, അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ സല്യൂട്ട് തരണമെന്ന് എവിടെയും പറയുന്നില്ല. പിന്നെ ലൈറ്റ് വെക്കാൻ പാടില്ല എന്നാണ്, കളക്ടറാണെങ്കിൽ മാത്രം വെക്കാം, സിൻസ് ഈസ് ഒരു മജിസ്റ്റീരിയൽ പോസ്റ്റ് ഉള്ളത് കൊണ്ട്. ഇനി കാർ തന്നെ കിട്ടണമെന്നുമില്ല, ചിലപ്പോൾ വാടക കാറിലാകാൻ ചിലപ്പോൾ പോകേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങളോട് പറയുകയാണ്.
ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് കടന്നുകൂടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹമെങ്കിലും ഇതിൻ്റെ ഏറ്റവും മുൻപിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് IAS കിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ എത്ര റാങ്കിൽ വരണം IAS കിട്ടണമെങ്കിൽ? എനി ഐഡിയ? 1 to 80? 80? ഓക്കെ, ഫൈൻ. അപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണ്. ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 80, മാക്സിമം പോയാൽ ഒരു 85. നമ്മുടെ IFSക്കാർ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ IAS കുറച്ചും കൂടി താഴേക്ക് വരും. ഇല്ലെങ്കിൽ അത്രയും കിട്ടിയാലേ നമുക്ക് ഈ ഒരു IAS എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് വരാൻ പറ്റും. അതിൽ തന്നെ ഞാൻ നേരത്തെ ആഡ് ചെയ്ത ഹോം കേഡർ എന്ന് പറഞ്ഞ സാധനം കൂടി വേണം. അതൊരു ഭാഗ്യത്തിൻ്റെ എലമെൻറ്റും കൂടി ഉണ്ട്. കാരണം ഹോം കേഡറിൽ ഇനിയിപ്പോൾ നിങ്ങൾ 1ാം റാങ്ക് ആണെങ്കിലും ഹോം കേഡറിൽ വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. വേക്കൻസി ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളതല്ല, ആ ലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് കാറ്റഗറിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി ജനറൽ അല്ല, OBC ഓർ SC ST കാറ്റഗറി ആണെങ്കിൽ ആ കാറ്റഗറി ലിസ്റ്റിനകത്ത് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സർവീസ് കിട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, കുറച്ചും കൂടി അഡീഷണലായിട്ട് നമ്മൾ ഈ പ്രിപ്പറേഷനിൽ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെന്ന് വെച്ചിട്ട് സക്സസ്ഫുൾ ആവണം എന്നില്ല അല്ലേ? ഓരോ സക്സസ്ഫുൾ കാൻഡിഡേറ്റിൻ്റെയും സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്ത് സക്സസ്ഫുള്ളായ കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോഴും അത് ഫോളോ ആവണം എന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ട്രയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ചാൻസ് വരെ പോകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചാൻസ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ട്രയൽ എത്രത്തോളം നേരത്തെ ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ അത്രയും ഏർലി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്സിനും പ്രാധാന്യമില്ല, സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ ഓരോ കാറ്റഗറിയിലായിട്ട് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ട് നമ്മൾ IAS എടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകണം. ഇതിൽ എത്ര പേര് ഒരു തവണയെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് UPSC? ഓക്കെ. ഇനി സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങിയ എത്ര പേരുണ്ട്? എഗെയിൻ ഐ നീഡ് ടു ഡിഫൈൻ ദ വേർഡ് സീരിയസ്. ഇനി സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ബാക്കിയുള്ള ആൾക്കാരും. അതെപ്പോഴാണ് ആ ശുഭമുഹൂർത്തം വരുന്നത്? ഇത് കഴിയുമ്പോഴാണോ? ഹിന്ദു കോൺക്ലേവ് കഴിയുമ്പോൾ തുടങ്ങാനായിട്ടിരിക്കുകയാണോ? ഇതിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ എല്ലാം വെച്ചിട്ട് എന്താണ് ഉദ്ദേശം? എപ്പോഴാണ് സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്? എന്തെങ്കിലും സമയമുണ്ടോ? ജനുവരി 1 അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അതോ ഇനി കശ്മീരിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാണ് മതി എന്നാണോ? പാകിസ്ഥാൻ നടങ്ങട്ടെ എന്നൊക്കെയാണോ? അല്ല. ശരി. അപ്പോൾ ഇതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ശുഭമുഹൂർത്തത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത് എന്നുള്ളതാണ്. ഏർലി ദ സ്റ്റാർട്ടിങ് ബെറ്റർ വിൽ ബി ദ റിസൾട്ട് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും 8ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 9ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നമ്മൾ ഈ സിലബസ് വെച്ച് പഠിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഒരു പരീക്ഷയെ പറ്റി അറിയാനും ആ പരീക്ഷയുടെ ഡിമാൻഡുകളെ പറ്റി അറിയാനും നമ്മൾ എത്ര ചെറുതിലെ അല്ലെങ്കിൽ എത്ര നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത്രയും നന്നായിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് ഈ ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് കിട്ടും. അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് അല്ലേ? അതായത് മറ്റൊരാൾ തോറ്റാലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അടുത്തിരിക്കുന്നത് ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും ആ സുഹൃത്തിനേക്കാൾ 1 മാർക്കും കൂടി കിട്ടിയാലേ എനിക്ക് റാങ്കിൽ മുന്നോട്ടേക്ക് വരാൻ പറ്റും. അപ്പോൾ നേരത്തെ അവൻ പറഞ്ഞതുപോലെ 80 എൻ്റെ റാങ്ക്, 81 സുഹൃത്തിൻ്റെ റാങ്കെങ്കിൽ 81 കിട്ടിയ സുഹൃത്ത് മേ ബി വിൽ ഗോ ടു IRS ഓർ IPS. 80 കിട്ടിയ സുഹൃത്ത് വിൽ ഗോ ടു IAS. പിന്നെ വീണ്ടും ഈ ഒരു പ്രൊസീജിയർ എൻറ്റയർലി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ എതിരാളികളെ ബഹുമാനിക്കാനും ആ എതിരാളികൾക്കുള്ള അഡ്വാൻറ്റേജുകളെ ഓവർകം ചെയ്യാനും നമ്മളൊരു എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എത്രയും നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം. അതിൽ എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് നാളെ നടക്കുന്ന സെഷൻസിലൊക്കെ അതിൻ്റെ ടോപ്പിക്സ് ഒന്നും ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലൊന്ന്, നമ്മൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിലിമിനറി പരീക്ഷ ഒരു എലിമിനേറ്ററാണ് അല്ലേ?
അതായത് കുറേ ആൾക്കാരെ ഒഴിവാക്കാനുള്ള ഒരു എലിമിനേറ്റർ മാത്രമാണ് പ്രിലിമിനറി പരീക്ഷ. അതല്ലാതെ അതിനകത്ത് 100% മാർക്ക് വാങ്ങേണ്ട ഒബ്ജക്റ്റീവ് നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വരെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പഠിക്കണം. ഇപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ചില ബട്ടർഫ്ലൈയുടെ പേരും പുൽച്ചാടിയുടെ പേരും അല്ലെങ്കിൽ മറ്റേ വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് കിട്ടിയ പായലിൻ്റെ പേരും ഒക്കെ അവരിങ്ങനെ ഇടാറുണ്ട്. നമ്മളിത് എനിക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇവരിതെല്ലാം നമുക്ക് ഇങ്ങനെ ഇട്ട് തരുന്നതെന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരെല്ലാം പഠിച്ചുകൊണ്ട് പോലെ പായലിൻ്റെ സ്പീഷീസ്, ആ സ്പീഷീസിൻ്റെ പേര് കൊടുത്ത സയൻറ്റിസ്റ്റിൻ്റെ കാര്യം, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ പേപ്പറൊന്നും വായിച്ചിട്ടായിരിക്കില്ല, പക്ഷേ നമ്മുടെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാം. അപ്പോൾ പ്രിലിമിനറി ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി പഠിക്കാനും ഓർമ്മിച്ച് വെക്കാനും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ നമ്മൾ പലപ്പോഴും അതിനകത്ത് വളരെയധികം സമയം ചെലവഴിച്ച് ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള 10,000 ഡീറ്റെയിൽസ് പഠിച്ച് ഒരു പക്ഷേ നമ്മുടെ ബ്രെയിനെ ഓവർ ബർഡൻ ചെയ്യുന്നതിനേക്കാളും അതിനെ ഒരു എലിമിനേറ്റർ ആയിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ സ്ട്രോങ് സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നമ്മുടെ വീക്ക് സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് മെയിൻസിനകത്തേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററി ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് അതായിരിക്കും. ഉള്ള രാജാക്കന്മാരുടെ പേരുകൾ, അവർ നാട് കാണാൻ പോയ വർഷങ്ങൾ, അല്ലേ, ചരിത്രം മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ, പക്ഷേ ഇതെല്ലാം കഥയായിട്ട് കേൾക്കാൻ നമുക്കിഷ്ടമാണ്. പക്ഷേ രാജാവ് എപ്പോഴാണ് പോയപ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, വലതുവശത്ത് ആരായിരുന്നു, ഇടതുവശത്ത് ആരായിരുന്നു, ഇതൊന്നും ഓർമ്മിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. വലതുവശം ചിലപ്പോൾ ഇടതുവശമാകും, ഇടതുവശം വലതുവശമാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ശരിക്കും ഈ മെഡീവൽ ആദ്യം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ഐഡിയോളജിയാണ്, എല്ലാം പഠിച്ചിട്ടേ ഞാൻ ഈ പരീക്ഷ എഴുതുള്ളൂ എന്നുള്ള ഐഡിയോളജിയാണ്. അതിനകത്തേക്ക് വരാം. അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓൾഡ് NCERT ടെക്സ്റ്റ് ബുക്സ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏൻഷ്യൻ്റ് മെഡീവലും തന്നെ ഇത്രയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ 2 ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചാലും നമുക്കൊരു 10 ക്വസ്റ്റ്യൻ കിട്ടും, അല്ലേ? ഇനി അത് നമ്മൾ ഫുള്ളായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിലും ആ 10 ക്വസ്റ്റ്യൻ 5 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം അവർ ചോദിക്കുന്നത് ഇതിൽ നിന്നായിരിക്കില്ല, വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അത്രയും എഫേർട്ട് നമ്മൾ ഇടുന്നത് ആ 5 ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ആ എഫേർട്ട് മേ ബി പൊളിറ്റിയിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന പൊളിറ്റിയിലോ എക്കണോമിക്സിലോ അല്ലെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലോ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ആ എലിമിനേറ്റർ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ പ്രിലിമിനറി പ്രിപ്പറേഷൻ്റെ സമയത്തൊന്ന് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ ആൻസർ റൈറ്റിംഗ് എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് സെഷനാണ്. നിങ്ങൾക്ക് 100 സെഷൻസ് അതുപോലത്തെ കാര്യങ്ങൾ കിട്ടും. പക്ഷേ ആൻസർ റൈറ്റിങ്ങിൽ വരുമ്പോൾ എപ്പോൾ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ എന്ന് തുടങ്ങുന്നുവോ അന്ന് തൊട്ട് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രിലിമിനറി 2019 പരീക്ഷയാണ് ഞാൻ ക്ലിയർ ചെയ്തത്. എൻ്റെ ആൻസർ റൈറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 പ്രിലിംസ് കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ കാരണം ഞാൻ ഓവർ കോൺഫിഡൻസിൽ പറയുന്നതല്ല. എൻ്റെ 2018 പ്രിലിംസ് ഞാൻ തോറ്റപ്പോൾ എൻ്റെ ഫുൾ ശ്രമം 2019 പ്രിലിംസ് ജയിക്കണം എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് എന്നെ തന്നെ ഒന്ന് തെളിയിക്കണം, ഞാൻ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളാണല്ലോ. ആ ഒരു ഈഗോ വെച്ചിട്ട് ഞാൻ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഫോക്കസ് ചെയ്യുകയും പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള ഒരു 3 months ആണ് ആൻസർ റൈറ്റിംഗ് ആകെ ചെയ്തത്. ഒന്നാമത് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഹാൻഡ് റൈറ്റിംഗ്, ഇതിനകത്ത് കുറേ ഡോക്ടർമാരുണ്ടാവും, ഹാൻഡ് റൈറ്റിംഗ് അറിയില്ല, ആർക്കും വായിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് നേരെയാക്കാൻ തന്നെ കുറേ സമയം എടുത്തു. അപ്പോൾ അങ്ങനൊരു റിസ്ക് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ എപ്പോൾ തൊട്ടാണോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയം തൊട്ട് തന്നെ ആൻസർ റൈറ്റിങ്ങും ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തണം, ചിലപ്പോൾ നമ്മുടെ സ്പീഡ് മെച്ചപ്പെടുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി മെയിൻസിൻ്റെ മാർക്കാണ് നമ്മൾ ഈ പറയുന്ന IAS നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം 1750 എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് മെയിൻസ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു ദിവസത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡിൻ്റെ മാനസികാവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ അധികം റിലേ ചെയ്യാൻ നിൽക്കരുത്. മെയിൻസിൽ നമ്മൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതുകൊണ്ട് ഏർലി ആസ് പോസിബിൾ ആൻസർ റൈറ്റിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു പെർഫെക്റ്റ് ആൻസറിലേക്ക് നമുക്ക് ഒരിക്കലും തുടക്കത്തിൽ എത്താൻ പറ്റില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റിയും ആൻസറിൻ്റെ ക്വാണ്ടിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് സമയബന്ധിതമായിട്ട് എഴുതി തീർക്കുക എന്നുള്ളതും
സമയബന്ധിതമായിട്ട് എഴുതി തീർത്ത ആൻസർ മറ്റുള്ളവരെക്കാളും നന്നായിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് നമുക്ക് ഒരു സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. അതല്ലാതെ ഞാൻ എല്ലാം പഠിച്ച് തീർന്നിട്ടേ ഞാൻ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളൊരു മിഥ്യാധാരണയിൽ ആരും ഇരിക്കാൻ പാടില്ല. സോ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി മെയിൻസ് ആൻസർ നമ്മൾ ഒരേ സമയം സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മെയിൻസിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രിലിംസിൽ വീക്ക് സബ്ജക്റ്റ് ആൻഡ് സ്ട്രോങ് സബ്ജക്റ്റ് നമുക്ക് അല്പം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിലും മെയിൻസിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഡിഫറൻഷ്യേഷൻ നമ്മൾ കൊടുക്കാൻ പാടില്ല. വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് വേണം മെയിൻസിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ. കാരണം അവിടുത്തെ 15 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കാണ്. ഇപ്പോൾ ഈ വർഷത്തെ റിസൾട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 40 മുതൽ 50 വരെ റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് സെയിം മാർക്കാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കോർ കാർഡ് കണ്ടിട്ടുണ്ട്. അറൗണ്ട് 42 to 50 റാങ്ക് വരെ ഉള്ളവർക്ക് സെയിം മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ സമയത്ത് 54, 55, 56 ഈ 3 റാങ്ക് കിട്ടിയ ആൾക്കാർക്കും ഒരേ മാർക്കാണ്. ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാർക്ക് മാറിപ്പോകുമ്പോൾ ദ ഇഷ്യൂ ഈസ് ഹോം കേഡറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കേഡറോ തെറിച്ചു പോകും. നമ്മുടെ ജീവിതം മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്നതിനോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ അവസാനിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം പിന്നെ നമുക്കൊരു കേഡർ ചേഞ്ച് പോസിബിൾ അല്ലല്ലോ അൺലെസ് വി ആർ ഗെറ്റിംഗ് മാരിഡ് ടു സമ്മൺ എൽസ് ഇൻ ദി അതർ കാർഡ്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും വിടാൻ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ മെയിൻസിൻ്റെ സമയത്ത് വീക്ക് സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ സമയം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രിപ്പറേഷൻ ഇതിനകത്ത് മെജോറിറ്റി ആൾക്കാരും സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു സാധനമാണ്. അതെന്ന് മാറ്റി വയ്ക്കുന്നുവോ അന്ന് നിങ്ങൾ നന്നാകും എന്നാണ് ആദ്യത്തെ ഒറ്റ സെൻറ്റൻസിൽ എനിക്ക് പറയാനുള്ളത്. പെർഫെക്ഷനിസം മാറ്റി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്താലേ സിവിൽ സർവീസ് കിട്ടുകയുള്ളൂ. എല്ലാം പഠിച്ചിട്ട് എല്ലാം മെറ്റീരിയലും പഠിച്ചിട്ട് നമ്മൾ ഈ പരീക്ഷ എഴുതാൻ പോകും എന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. അത് ക്ലിയർ ചെയ്ത് ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ ക്ലിയർ ചെയ്ത വർഷമായിരിക്കും അവർ ഈ ഒരു സാധനം റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് 100 മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. ഈ മെറ്റീരിയൽസിൻ്റെ പിന്നാലെ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓടും. അത് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു കോച്ചിങ്ങിനൊക്കെ പോയി ചേർന്ന് നമ്മളൊരു എക്സാമൊക്കെ എഴുതി തുടങ്ങുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോഴാണ് നമ്മൾ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൾ അല്ലെങ്കിൽ അവൻ പഠിച്ച മെറ്റീരിയൽ വേറൊരു സ്ഥാപനത്തിൻ്റെ മെറ്റീരിയലാണെന്ന് കാണും. അത് പഠിച്ചപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടി, ഞാൻ പഠിച്ചപ്പോൾ മാർക്ക് കുറഞ്ഞു. എന്നാൽ പിന്നെ ഇനി ആ മെറ്റീരിയലിലേക്ക് പോകാം അല്ലെങ്കിൽ ആ ബുക്കിലേക്ക് പോകാം. അപ്പോൾ ഒരു ചാപ്റ്റർ ഈ ബുക്കിൽ വായിക്കും, രണ്ടാമത്തെ ചാപ്റ്റർ ആ ബുക്ക് വായിക്കും. അടുത്തൊരു പരീക്ഷ ഇടുമ്പോൾ മൂന്നാമത്തെ ഒരു ബുക്ക് തന്നെ. കാരണം ക്വസ്റ്റ്യൻ ഇടുന്ന സാർ ഏതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഇടുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാർ UPSC ഈ ബുക്കൊന്നും നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പരീക്ഷ എഴുതുമ്പോൾ അതിനകത്തേക്ക് പോകുന്ന ഒരു കാര്യമായിരിക്കും കാണുക. അതുകൊണ്ട് നമ്മളിങ്ങനെ മെറ്റീരിയൽ സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. മിനിമം മെറ്റീരിയൽ എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യം. ഒരു മെറ്റീരിയലും സഫീഷ്യൻ്റ് അല്ല ഫുൾ മാർക്ക് വാങ്ങാൻ. നിങ്ങൾക്ക് തന്നെ അറിയാം, റാങ്ക് 1 കിട്ടുന്ന ആൾക്ക് പോലും 51%, 52% മാർക്കേ ഉള്ളൂ. അത് അയാൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടൊന്നും അല്ല. അയാൾ ആ സ്ട്രാറ്റജി വെച്ചിട്ട് അത്രയും മതി 1 റാങ്ക് കിട്ടാൻ എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അപ്പോൾ മിനിമം മെറ്റീരിയൽ നിങ്ങൾ കളക്ട് ചെയ്യുക. ആ മെറ്റീരിയൽ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള ആൾ ഏത് മെറ്റീരിയലും പഠിച്ചോട്ടെ, നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഏതാണോ ആ ബുക്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. അതും ഒരു സബ്ജക്റ്റിന് ഒരു ബുക്കിൽ കൂടുതൽ ദയവ് ചെയ്ത് വായിക്കരുത്. അതിന് മാത്രം പവറൊന്നും നമ്മുടെ തലയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു ബുക്കിൽ കൂടുതൽ ദയവ് ചെയ്ത് പോകരുത്, അൺലെസ് ഇറ്റ് ഇസ് യുവർ ഓപ്ഷണൽ സബ്ജക്റ്റ്. ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെങ്കിൽ മേ ബി 2 ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ 3 ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, ഡിപ്പെൻഡ് ഓൺ യുവർ ടൈം ആൻഡ് സിലബസ്. പക്ഷേ നമ്മുടെ ജനറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബുക്കിൽ കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് കണ്ടെത്തി കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ആ മോക്ക് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. അത് പ്രിലിംസിനാണെങ്കിലും ശരി മെയിൻസിലാണെങ്കിലും ശരി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക.
അത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ ദയവേത് അറ്റൻഡ് ചെയ്യരുത്. 4-5 സ്ഥാപനങ്ങളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ 3 ഓൺലൈൻ 3 ഓഫ്ലൈൻ, അല്ലെ ആഴ്ചയിൽ മുഴുവൻ മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സ്ട്രിക്റ്റ് ആയിട്ട് 1 or 2 മോക്ക് ടെസ്റ്റ്, അതിൽ കൂടുതൽ ചെയ്യാം. കാരണം ഇതിനിടയ്ക്ക് പഠിക്കാനൊരു സമയം കൂടി വേണം. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റ മോക്ക് ടെസ്റ്റേ സബ്സ്ക്രൈബ് ചെയ്തിരുന്നുള്ളൂ. അത് യൂഷ്വലി സൺഡേ ആണ് എക്സാം നടത്തുന്നത്. അപ്പോൾ ആ നെക്സ്റ്റ് സൺഡേയുടെ മോക്ക് ടെസ്റ്റിൻ്റെ ടോപ്പിക് ഏതാണോ അതിൻ്റെ പ്രീവിയസ് 1 വീക്ക് കൊണ്ട് ആ ടോപ്പിക്ക് പഠിച്ചു തീർക്ക് മോക്ക് ടെസ്റ്റ് എഴുതും. അടുത്ത സൺഡേക്കുള്ളത് നെക്സ്റ്റ് വീക്ക് പഠിക്കുന്നു, മോക്ക് ടെസ്റ്റ് എഴുതും. അപ്പോൾ നമുക്ക് എൻ്റയർ സിലബസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മൾ പഠിക്കുന്നത് ശരിക്കും തലയിലേക്ക് കയറുന്നുണ്ടോ അല്ലെങ്കിൽ അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ വളരെ ലിമിറ്റഡ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊരു ഹോളിസ്റ്റിക്കലി നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് CSAT. നമ്മൾ വളരെയധികം പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു സാധനമാണ്. പലരെയും എനിക്കറിയാം 1-2 വർഷമൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് GS 1-ന് 120, 130 മാർക്കൊക്കെ വാങ്ങിയ ആൾക്കാർ CSAT ക്ലിയർ ചെയ്യാത്തത് കാരണം പ്രിലിംസ് കയറാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം. കഴിഞ്ഞ കുറേ വർഷത്തെ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ CSATൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്നതായിട്ട് കാണുന്നു, ഒരു സബ്ജക്റ്റീവ് ഫീൽ കൂടി വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് CSAT തീർച്ചയായിട്ടും നമ്മളൊരു ഫോക്കസ്ഡ് കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പണ്ട് ഒരു 5-6 വർഷം മുന്നേ വരെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് CSAT വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു, കാരണം അതിലുള്ള ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ സയൻസുകാർക്കും കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുന്ന രീതിയിലാണ് CSAT വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അതിനും മോക്ക് ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. ബാക്കി എല്ലാം പഠിച്ചിട്ട് അവസാനം പ്രിലിംസിൽ CSAT പേപ്പർ പോയത് കാരണം നമുക്ക് ഫെർദർ പ്രോഗ്രഷനിലേക്ക് നടത്താൻ പറ്റാത്ത ഒരു വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് പേപ്പർ റീഡിംഗ് ആണ്. ഹിന്ദു നടത്തുന്നതുകൊണ്ട് പേപ്പർ വായിക്കണമെന്ന് ഞാൻ ഇവിടെ വേദിയിൽ നിന്ന് പറയുകയല്ല, ഹിന്ദു തന്നെ വായിക്കണമെന്ന് ഞാൻ പറയത്തുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഹിന്ദു സൗത്ത് ഇന്ത്യയിലേക്കാണ് ഇപ്പോഴും ഹിന്ദു വളരെ സ്ട്രോങ് ആയിട്ട് ആസ്പിറൻസിൻ്റെ മുന്നിലുള്ളത്. നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. ഐ മീൻ ദാറ്റ് ദേ ഹാവ് ടു മാനേജ് ഇറ്റ് ഓൾസോ, ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ ഹിന്ദു കുറച്ചും കൂടി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സസിലേക്ക് കുറച്ചും കൂടി പ്ലെയിൻ ആണ്. പക്ഷേ വായിക്കാൻ ഞാൻ പ്രിഫർ പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് ഹിന്ദു തന്നെയാണ്. ഹിന്ദു വായിക്കാതെയും നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഒക്കെ പാസ്സാകാൻ പറ്റും. പേപ്പർ വായിക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി സാധനം അല്ല എന്നിപ്പോൾ പലരും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പേപ്പർ വായിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കോണ്ടൻറ്റ് ബിൽഡ് ചെയ്യാൻ മാത്രമല്ല പേപ്പർ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഞാനൊരു മലയാളം മീഡിയം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് ഒരു ഇഷ്യൂ നമുക്കുണ്ടാവും. അതായത് നമ്മുടെ ലാംഗ്വേജ് അത്ര സ്ട്രോങ് ആകണം എന്നില്ല. ഇനി CBSE ICSE ഒക്കെ ആണെങ്കിലും സ്ട്രോങ് അല്ലാത്തവരും ഉണ്ടാകാം. അപ്പോൾ സ്ട്രോങ് അല്ലാത്ത ലാംഗ്വേജുകളുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേപ്പർ വായിക്കുന്നത്, പ്രത്യേകിച്ച് ഹിന്ദു പേപ്പറൊക്കെ വായിക്കുന്നത് കുറച്ച് നമുക്ക് ഗുണം ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് അവർ ആൻസേഴ്സ്. നമ്മുടെ മെയിൻസിൻ്റെ ആൻസേഴ്സിലും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ആൻസേഴ്സിലും ആ ഒരു വൊക്കാബുലറിയും ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലും ആ ഒരു ആർട്ടിക്കുലേഷനും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ അറിയാണ്ട്, അതൊരു ഇൻവോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടോ നമ്മൾ ഇംബൈബ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. അത് തീർച്ചയായിട്ടും പേപ്പർ വായിക്കുന്നതിലൂടെ ആയിരിക്കും കിട്ടുക. ഒരു പ്രീ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മാത്രം പഠിച്ചു വരുന്ന ഒരാളും പ്രീ സ്ട്രക്ചേർഡ് മെറ്റീരിയലിനോടൊപ്പം ഒരു പേപ്പർ വായിച്ചു വരുന്ന ആളും തമ്മിലുള്ള ആൻസറിൽ അല്ലെങ്കിൽ ആൻസർ റൈറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടാകും. ആ ഡിഫറൻസ് ആണ് നമുക്ക് 1-2 മാർക്ക്, ചിലപ്പോൾ 1/2 മാർക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യന് കൂട്ടാൻ സാധ്യത ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് 1/2 മാർക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് കൂടി 20 മാർക്ക്, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ മേ ബി ഒരു 6 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ ചിലപ്പോൾ കൂടാം. അങ്ങനെ 10 മാർക്ക് വെച്ച് 4 പേപ്പറിൽ അങ്ങനെ കൂടില്ല. പക്ഷെ എന്നാലും ഒരു 20 മാർക്ക് കൂടുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റാങ്ക് വളരെ മുൻപന്തിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ബെറ്റർ ആവുകയും ചെയ്യും. അതുകൊണ്ട് പേപ്പർ വായിക്കുന്നതിന് തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ പേപ്പർ വായിക്കുന്ന സമയം തുടക്കത്തിലൊക്കെ വളരെ പാടാണ്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഒരു ഹിന്ദു പേപ്പറും കൊണ്ട് ഒരു ദിവസം ഫുൾ ഇരുന്ന ദിവസമുണ്ട്. അതായത് വായിച്ചിട്ട് തീരുന്നില്ല. ഇത് എന്ത് ഭാഷയാണെന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയലൊക്കെ എഴുതുന്ന ആൾക്കാർ അവരുടെ ഭാഷാ പ്രാവീണ്യം കൂടി കാണിക്കാനുള്ള ഇതൊക്കെ കൂടെ കാണിക്കും. അവസാനം കുറേ വാക്കുകളൊന്നും മനസ്സിലാവുന്നില്ല, 2-3 വട്ടമൊക്കെ വായിക്കേണ്ടി വരുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണ്. പ്ലസ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊന്നും അറിയാത്തത് കൊണ്ട് തുടക്കത്തിൽ പേപ്പർ വായിക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, എന്താണ് ഈ കഥ അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല.
അപ്പോൾ അത് തുടക്കത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതൊരു 2-3 മാസം കൊണ്ട് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് നമുക്ക് കിട്ടുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പേപ്പർ വായിച്ച് പോകാനായിട്ടും പറ്റും. പക്ഷേ പേപ്പർ വായിക്കുന്നത് നിങ്ങളൊരു പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷന് ഒരു ആഡഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത. അതോടൊപ്പം തന്നെ ഒരു നല്ല മാർക്ക് അല്ലെങ്കിൽ IAS എന്നുള്ള ഒരു സ്കോറിലേക്ക് വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാധാന്യം നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റും വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ സ്റ്റഡീസ് നമ്മൾ പഠിക്കുന്നു, essay നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, എത്തിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റിന് പ്രത്യേകിച്ച് 500 മാർക്ക് ഓപ്ഷണൽ സബ്ജക്റ്റിന് വെയിറ്റേജ് ഉണ്ട്. ആൻഡ് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഡിസ്പാരിറ്റി വരാം. ചില ഓപ്ഷണൽ സബ്ജക്റ്റ് ചിലപ്പോൾ ഈസി ആകാം. ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ അതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഓപ്ഷണൽ സബ്ജക്റ്റുകൾ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. ആ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ സെലക്ഷൻ മുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കണം. ഒരു ദിവസം രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് മലയാളം എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കാം എന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് ഏത് രീതിയിൽ എടുക്കണം, അപ്പോൾ അത് ഓരോ വ്യക്തിയുടെയും ഡിസിഷനാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, ഒരിക്കലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ദെൻ പ്രൂവ് ഇറ്റ് യുവർ ഡിസിഷൻ വാസ് കറക്റ്റ്. ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതിന് പല പാരാമീറ്റേഴ്സ് വരാം. ഗൈഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം, പ്രീവിയസ് ട്രാക്ക് ഹിസ്റ്ററി നോക്കാം, അതുപോലെ തന്നെ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ നോക്കാം, നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം, പിന്നെ സിലബസ് വാസ്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെ ഒരു സെലക്ഷൻ നടത്തുക. ഓപ്ഷണൽ സബ്ജക്റ്റ് ഒരു മിഡ് വേ വെച്ചിട്ട് മാറ്റാതിരിക്കാനും ശ്രമിക്കുക. സാധാരണ നമ്മളൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നു, UPSC നോട്ടിഫിക്കേഷൻ ഇട്ട് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ മാറ്റി വേറെ ഏതെങ്കിലും കൊടുക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും നല്ലതല്ല. ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അതിനകത്ത് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് സ്റ്റിക്ക് ഔൺ ചെയ്യുക, അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനോടൊപ്പം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് വന്ന് കവലപ്രസംഗം നടത്താൻ വളരെ എളുപ്പമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വന്നു നിന്ന് എങ്ങനെയുള്ള ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയാറുള്ളൂ. ഈ പറയുന്ന 1000 പേരിൽ ചിലപ്പോൾ 1-2 പേരായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. ബാക്കി 998 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. അപ്പോൾ ഈ പ്രിപ്പറേഷൻ നമ്മൾ ഒരു ലോങ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിവിൽ സർവീസ് പഠിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും കിട്ടില്ല, കിട്ടാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. കാരണം ഇതിനു വേണ്ടി മരിച്ചു കിടന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ദൈവമുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടെന്നുള്ളത്, ദൈവം ആരെങ്കിലും കാണട്ടെ, UPSC ആണ് നമ്മുടെ ദൈവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മരിച്ചു കിടന്ന് പഠിക്കുന്ന ആൾക്കാരുള്ളപ്പോൾ സൈഡിൽ കൂടി 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പഠിക്കുന്നവർ കാലിബറുള്ളവർ കയറട്ടെ. പക്ഷേ അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ എന്നിരുന്നാലും അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പാഷനോട് കൂടി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതല്ലാതെ മണ്ണുചാരി ഇരുന്നവൻ മറ്റേ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ സൈഡിൽ കൂടി വന്ന് UPSC എന്തായാലും കിട്ടാൻ പോകുന്നില്ല. UPSC അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 വർഷം പ്രിപ്പയർ ചെയ്തവരാണ് കൂടുതലായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അത് മാറിമറിയാം. പക്ഷേ എന്നാലും നമ്മൾ പാഷനേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മളെ പറ്റിക്കരുത് എന്നുള്ളതാണ്. UPSCക്ക് വേണ്ടി പഠിക്കുന്നു, വീട്ടുകാരെ നിന്ന് കുറേ കാശൊക്കെ വലിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ട്, ഡൽഹിക്ക് പോകുന്നുണ്ട്, അവിടെ പോയി കൂട്ടുകാരെടുത്ത് അടിച്ച് പൊളിച്ച് നടക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. കാരണം നമ്മളോട് ചതി ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ ഒരു സർവീസിൽ കയറിക്കഴിഞ്ഞാൽ ഏത് പാവപ്പെട്ടവനെയും പറ്റിക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നമ്മളെപ്പോലും എന്താ പറയുക, നമുക്ക് നമ്മളെപ്പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്ത് ആർക്കും നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പാഷനേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പറേഷനകത്തൊരു ഓണസ്റ്റി വേണം എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പ്രിപ്പറേഷൻ വളരെ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ട്രാക്കാണ് അല്ലേ. വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷൻ അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഡീമോട്ടിവേറ്റഡ് ആകും. ഞാൻ എന്തിന് ഈ സർവീസിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാനിത് ഏത് സമയത്താണോ എനിക്കിത് സെലക്ട് ചെയ്യാൻ തോന്നിയതെന്നുള്ള ചോദ്യങ്ങൾ വരും.
കൂടെ നിന്ന ആൾക്കാർ നല്ല നല്ല ജോലികളൊക്കെ കിട്ടുന്നത് കാണും, അവർ കാർ വാങ്ങുന്നത് കാണും, അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യുന്നത് കാണും, വീട് വെക്കുന്നത് കാണും, അല്ലെ ട്രിപ്പ് പോകുന്നത് കാണും. നമുക്കാണെങ്കിൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റുന്നില്ല, വീട്ടിലൊരു ഫംഗ്ഷന് പോകാൻ പറ്റില്ല. കാരണം അപ്പം നാട്ടുകാർ ചോദിക്കും, എന്താ ചെയ്യുന്നത്, UPSCക്ക് ഒന്നും ആയില്ലേ, ജോലിയായില്ലേ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രാക്കല്ല. അതിനകത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ട അതിനകത്ത് എന്താണ്, നാർസിസം എന്നോ സാഡിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എല്ലാവരും ഇതുപോലെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്, അല്ലേ? എല്ലാവരും ഈ പെയിൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനോമിനനാണ്. കുറച്ച് പെയിൻ അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ആ സ്ട്രഗിളിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വൈസ് മാർക്ക് കിട്ടുക എന്നുള്ളതിനോടൊപ്പം ഈ സ്ട്രഗിളിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു സ്യൂട്ടബിൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാകണം. അതിലേറ്റവും പ്രാധാന്യം നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. അവരെ വിശ്വാസത്തിലെടുത്ത് വേണം നമ്മൾ പോകാൻ. പിന്നെ വളരെ കുറച്ച് അഭ്യുദയകാംക്ഷികൾ നമുക്കുണ്ടാകും. ഓഫ് കോഴ്സ് നമ്മൾ ചിലപ്പോൾ നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുള്ളത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം അറിയുക എന്നുള്ളതാണ്. എല്ലാവരുടെ അടുത്തും വിളിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ടൈം സ്റ്റാർട്ടിങ് മൈ UPSC പ്രിപ്പറേഷൻ നൗ ഓൺവേർഡ്സ് ഫീലിംഗ് ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ബ്ലസ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഇടേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇടുക. കാരണം ഇതിൻ്റെ ഒരു സ്ട്രെസ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഓരോ തവണ അവർ കാണുമ്പോൾ അവർ ചോദിക്കും എന്തായി റിസൾട്ട് വരുമ്പോൾ 100 വിളികൾ വരും, ക്ലിയർ ചെയ്തോ, ലിസ്റ്റിലുണ്ടോ, എന്തായി, എത്ര മാർക്ക്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുമ്പോൾ ഈ സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് താഴേക്ക് പോകും. അത് വളരെ നമ്മളെ എക്സ്ഹോസ്റ്റ് ചെയ്യിപ്പിക്കും, നമ്മുടെ പെർഫോമൻസ് താഴേക്ക് കൊണ്ടുപോകും. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ 1 മാർക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ IAS താഴേക്ക് പോകും, ഹോം കേഡർ മാറിപ്പോവും, എല്ലാം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ഒരു ആൾക്കാരെ മാത്രമല്ല, പക്ഷേ അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അത് നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിരിക്കണം. ആ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മുടെ മോട്ടിവേഷൻ. പ്ലസ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം, നമ്മൾ എന്തിന് ഈ ഒരു സർവീസ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ത്രൂ ഔട്ട് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷനിൽ നമ്മളെ പുഷ് ചെയ്യുന്നൊരു ഫാക്ടർ. അതല്ലാതെ ആരെങ്കിലും വന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സക്സസ്ഫുൾ സ്റ്റോറീസ് കേട്ടിട്ടോ ഒന്നും നമുക്ക് തീർച്ചയായിട്ടും മോട്ടിവേഷൻ കിട്ടില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 1-2 മിനിറ്റേ ആ ഒരു മോട്ടിവേഷൻ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് നമ്മളെ ഇതിൻ്റെ മുന്നോട്ടേക്ക് നയിക്കുന്ന മോട്ടിവേഷൻ. അതിനുവേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഒരു പാഷനേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഷ് ഫാക്ടർ എന്ന് പറയുന്നത് വൈ ഡു വി നീഡ് ടു സെലക്ട് ദിസ് സർവീസ് എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം വേണം. ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റീതിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്തൊരു കാര്യം കൂടി പറയാനുള്ളത്, IAS ഇസ് നോട്ട് ദി അൾട്ടിമേറ്റ് സർവീസ് ദാറ്റ് യു ക്യാൻ സെർവ് ഫോർ ദ സൊസൈറ്റി. IAS കിട്ടിയാലും ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കൊരു ദിവസം സ്വിച്ചിട്ട പോലെ നാട് നന്നാക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. ഒരുപാട് ഹർഡിൽസ് നമ്മൾ പിന്നെയും ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ടാകും. അതേ രീതിയിൽ തന്നെ നമുക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സർവീസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് നമ്മുടെ ആഗ്രഹം സബലീകരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കരിയർ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു 1/2 മാർക്കും 1 മാർക്കും പോലും എത്ര വാല്യുബിൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. റാങ്ക് ലിസ്റ്റിൽ വരുന്നതിനേക്കാൾ റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് റാങ്കേഴ്സ് ആകാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IAS എന്ന് പറയുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും കുഴപ്പമില്ല, IFS ആണെങ്കിലും ടോപ്പിലേക്ക് വന്നേ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സർവീസും നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കേഡറും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പോകേണ്ടത്. എനിവേ, ഇതൊരു ഇമ്പോസിബിൾ ടാസ്ക് അല്ല എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിൽ വേണം. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും എന്നുള്ള ഒരു ഉറപ്പ് കൂടി നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് തിങ് ഫ്രം മൈ സൈഡ്. ഇനി എന്തെങ്കിലും ചോദ്യം 1-2 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഹാപ്പി ടു ടേക്ക് ദാറ്റ്. സാറിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂലോട്ടുള്ള കാര്യങ്ങൾ, അനുഭവം ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇൻ്റർവ്യൂ ഞാൻ വിട്ടുപോയൊരു, താങ്ക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ
നമുക്ക് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഞാൻ ഈ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമ്മുടെ പെർഫോമൻസും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. അത് എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ ഈ ഒരു പ്രിപ്പറേഷൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് കൂടി നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകണം. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം, അതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പലരും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ഇറ്റ് ഇസ് നോട്ട് എ നോളജ് ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമല്ല. നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ എത്ര ജെന്യുവിനായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര ഓണസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ വാല്യൂസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാർക്കും കിട്ടുക. എൻ്റെ ഇൻ്റർവ്യൂ ശരിക്കും കോവിഡിൻ്റെ സമയത്താണ് നടന്നത്. അപ്പോൾ അന്ന് കോവിഡ് കാരണം മാറ്റിവെച്ച ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ വന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഒറ്റയ്ക്ക് ഡൽഹിയിലൊക്കെ പോയി മാസ്കും മറ്റേ ഫേസ് ഷീൽഡും ഒക്കെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടുതൽ ചോദ്യങ്ങളും വന്നത് കോവിഡ് റിലേറ്റഡ് സാധനമാണ്. കാരണം എനിക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു എക്സ്പെക്റ്റഡ് ലൈനിൽ തന്നെയാണ് വന്നത്. പക്ഷേ എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അതിന് വളരെ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ 1-2 ബുക്കുകളെ പറ്റിയൊക്കെ ചോദിച്ചു. ഒരു നഴ്സ്, ഓസ്ട്രേലിയൻ നഴ്സ് എഴുതിയ ഒരു ബുക്കിനെ പറ്റി ചോദിച്ചു, ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, വായിച്ചില്ല. അപ്പോൾ ഒരു 4-5 ഉത്തരം വരെ എനിക്ക് അറിയില്ല എന്ന് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതോടുകൂടി തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമുക്കറിയാത്ത കാര്യം അറിയില്ല എന്നേ നമുക്ക് പറയാൻ പറ്റും, നമുക്കറിയാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അവർ അത് വാല്യൂ ചെയ്യുന്നത് 2 കാര്യമാണ്. 1, അറിയില്ല എന്നുള്ളത് നമ്മൾ തുറന്ന് സമ്മതിച്ചു. 2, അറിയില്ല എന്നുള്ളത് പറയാനുള്ളൊരു ആർജവം നമ്മൾ കാണിച്ചു. ഈ 2 കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഇൻ്റർവ്യൂവിന് വളരെ മോശമല്ലാത്ത മാർക്ക് കിട്ടി. പിന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ലൈനിലാണെങ്കിലും ചിലപ്പോൾ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ശരിക്കും എൻ്റെ മോക്ക് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞത് ഞാൻ നന്നായിട്ട് ചിരിക്കുന്ന ആളാണ്, എൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്, ഞാൻ തന്നെ പുകഴ്ത്തുകയല്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് വൈബാണ്, ഈ ചിരിയിലൂടെ ബോർഡിനെ വീഴ്ത്താം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതെനിക്കൊരു സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാസ്കും ഫേസ് ഷീൽഡും ഒക്കെ വെക്കുക. അപ്പോൾ ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. എന്നാലും സംസാരിക്കുമ്പോൾ മാസ്ക് താഴേക്ക് വീഴും. ഞാൻ വിചാരിച്ചു എന്നതിൻ്റെ ഇടയ്ക്ക് കൂടിയെങ്കിലും ചിരിക്കാം എന്നൊക്കെ വിചാരിച്ച ഒരു 1-2 മിനിറ്റ് ഞാൻ മാസ്ക് താഴേക്ക് വെച്ചപ്പോൾ ബോർഡ് ചെയർ പറഞ്ഞു മാസ്ക് എടുത്ത് വെക്കൂ, കോവിഡ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് വെച്ച് ചിരി കാണിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ചു ചിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചോദ്യം ചെന്നിരുന്നപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ അരുൺ എല്ലാ ക്ലാസ്സിലും ടോപ്പർ ആയിരുന്നല്ലേ, ഭയങ്കര ഇപ്പോൾ ചോദിച്ചു പഠിപ്പിസ്റ്റായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തലയാട്ടിയല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ സാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ചോദിച്ചു അരുണിൻ്റെ പാരൻസിന് അരുണിന് എന്തെങ്കിലും കുറ്റം പറയാറുണ്ട്, അരുണിനെ എന്തെങ്കിലും കുറ്റം പറയാറുണ്ടെന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. കുറ്റം ഒരുപാടുണ്ടാവും, പക്ഷേ നമുക്കെല്ലാം അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നില്ല പാരൻസ് എന്നെ വളരെ ഐഡിയൽ കിഡായിട്ടാണ് കാണുന്നത്, നാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്നത് എൻ്റെ മോനെ കണ്ട് പഠിക്കുക, എൻ്റെ പാരൻസ് അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഒരു പോസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ആകെ പാരൻസിൻ്റെ ഏറ്റവും മെയിൻ കംപ്ലൈൻറ്റ് ഞാൻ ആഹാരം അധികം കഴിക്കാറില്ല എന്നുള്ളതാണ്. എല്ലാ പാരൻസും പറയുന്നതായിരിക്കും അല്ലേ, ഓവർ വെയ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ പാരൻസ് പറയും കൊച്ചൊന്നും കഴിക്കുന്നില്ല ഇടയായിട്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു അത് ശരി, കണ്ടാലും അറിയാം ആഹാരം കഴിക്കാത്ത ആളാണ്. അപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം, ചെയറിൻ്റെ ആദ്യത്തെ ചോദ്യം രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പമാണ് കഴിച്ചത്. അപ്പോൾ പുള്ളി ചോദിച്ചു കേരള അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കേരളത്തിൽ ഞാൻ എപ്പോൾ വരുമ്പോഴും അപ്പവും സ്റ്റൂവും ആണ് കഴിക്കാറ്, ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കറിയത്തില്ലല്ലോ, വീട്ടിലെ അമ്മ പ്ലേറ്റിൽ അപ്പം കൊണ്ടിടുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ചട്ടി ഉണ്ടെന്നും അമ്മ ഇങ്ങനെ കറക്കുന്നുണ്ടെന്നും അറിയാം, വേറെ അറിയില്ല, വേറെ അപ്പത്തിൽ എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ മാവ് തന്നാൽ അപ്പം ഉണ്ടാക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു ഓക്കെ അങ്ങനെയാണല്ലേ. അപ്പോൾ ചോദിച്ചു മറ്റേ സൈഡ് മൊരിഞ്ഞ അപ്പവും മൊരിയാത്ത അപ്പവും ഉണ്ടല്ലോ, ഏതാണ് കൂടുതൽ ഇഷ്ടം? അപ്പോൾ നമ്മളവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയിരിക്കുമ്പോൾ സൈഡ് മൊരിഞ്ഞ അപ്പമാണോ മൊരിയാത്ത അപ്പമാണോ ഇഷ്ടമാണെന്നൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പല രീതിയിൽ അസസ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മുടെ ഏജിനേക്കാൾ കൂടുതൽ സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവർ ഒരുവിധപ്പെട്ട കള്ളന്മാരെ എല്ലാം പല തരത്തിൽ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്നവൻ കള്ളനാണോ ഒറിജിനലാണോ കള്ളത്തരം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്കുണ്ട്. പിന്നെ അടുത്ത ചോദ്യം അതിനുശേഷം ഹോബീസിനെ പറ്റിയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയൊക്കെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രിപ്പറേഷൻ സമയത്ത്. സർ എനിക്ക് കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ സർ വി ഹാവ് ഓൾവേസ് ഹേർഡ് ലൈക്ക് ഇറ്റ്സ് നെവർ അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ ജേർണി. സോ സാറിൻ്റെ ആ ഒരു നീണ്ട ജേർണിയിൽ സാറിന് ഏറ്റവും കൂടുതൽ
ആ ഒരു പ്രശ്നം ഫേസ് ചെയ്ത ഒരു ഇൻസിഡൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതേപോലെ അതെങ്ങനെ ഓവർകം ചെയ്തു. പിന്നെ സാർ പറഞ്ഞു പ്രിലിംസ് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. സോ ആ ഫസ്റ്റുള്ള പ്രിലിംസിൽ നിന്നും സാർ എങ്ങനെ ആ ഫെയിലിയേഴ്സിനെ അനലൈസ് ചെയ്തു, അതെങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു ഫെയിലിയറിനെ സാർ എങ്ങനെ ഡീൽ ചെയ്തു, അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുകൂടെ അറിയണമെന്നുണ്ട്. ആൻഡ് സർ വൺ മോർ തിങ്, സർ കുറേ ഇൻ്റർവ്യൂസിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവരവരുടെ ഹോബീസ് പറയുമ്പോൾ റീഡിങ് മിക്ക ആൾക്കാരുടെയും ഒരു ഹോബിയാണ്. ആൻഡ് മോർ ഓവർ ഇതിപ്പോൾ നമ്മളൊരു SSB പോലെ നമ്മൾ PIQs ഫില്ല് ചെയ്യുമ്പോൾ വരെയാണെങ്കിൽ ഒരു നോർമൽ ക്വസ്റ്റ്യനാണ് അവിടെ ദ ബുക്സ് യു ഹാവ് റെഡ്. സർ ഇസ് ഇറ്റ് മാൻഡേറ്ററി ദാറ്റ് നമ്മൾ ഒരു റീഡിങ് ഹോബി ആയിരിക്കണം എന്നുള്ളതോ അതോ ബുക്സ് നമ്മൾ റീഡ് ചെയ്തിരിക്കണം എന്നുള്ളതോ നിർബന്ധമാണോ? ഇത്രയേ ഉള്ളൂ സർ. താങ്ക് യു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിയോജിക്കുന്നു. ജേർണി പോലെ തന്നെയാണ് ഡെസ്റ്റിനേഷനും പ്രാധാന്യമുള്ള കാര്യമാണ് അല്ലേ. നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു, ജേണി മോശമാണെങ്കിൽ മോശമായിരിക്കും, പക്ഷേ ഡെസ്റ്റിനേഷൻ എത്തിയില്ലെങ്കിൽ കാര്യമില്ല അല്ലേ, നമ്മളങ്ങ് എത്തിയില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ജേർണി ആൻഡ് ഡെസ്റ്റിനേഷൻ ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. വി വിൽ ട്രൈ ടു മാനേജ് ബോത്ത്. ഇതിനകത്ത് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടി ഫസ്റ്റ് ടൈം പ്രിലിംസ് പൊട്ടിയതാണ്. അന്ന് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. കാരണം ഇവിടെ പറഞ്ഞ പോലെ എല്ലാ പരീക്ഷയൊക്കെ ജയിച്ച് വന്ന ആളാണ്, സോ വലിയ കാര്യമൊന്നുമില്ല, എന്ത് UPSC എന്ത് സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ് പോയി എഴുതിയാണ്. നല്ല രീതിയിൽ തന്നെ പൊട്ടി. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഡെസ്പായിരുന്നു. വീട്ടിലൊരു 2-3 ആഴ്ചയൊക്കെ റൂമൊക്കെ അടച്ചിരുന്നു. വീട്ടുകാർക്കൊക്കെ പേടിയായിരുന്നു, പിന്നെ ഡിപ്രഷൻ ആവുമോ, അതിന് വല്ല സൂയിസൈഡും ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സപ്പോർട്ടീവ് മെക്കാനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു, ലൈക്ക് ഒരു തവണ കൂടി അറ്റംപ്റ്റ് ചെയ്യൂ, തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യാം, നിനക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ആ ഒരു സമയം വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. കാരണം അധികം തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആദ്യമായിട്ടൊരൊറ്റ ഒരു വലിയ തോൽവി ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ത്രൂ ഔട്ട് ജേർണി നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റുമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം അധികം ആൾക്കാരൊന്നും അറിയരുതെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഒരു വീട്ടിൻ്റെ ഒരു പരിപാടിയിൽ പോലും പോകാൻ പറ്റില്ല. കാരണം അപ്പോൾ ചോദ്യം വരും, ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ ചോദിക്കും എന്താ PG എഴുതാത്തേ, കാരണം MBBS കുറച്ച് നല്ല മാർക്കൊക്കെ കിട്ടി പാസ്സായി, അപ്പോൾ ദേ ആർ എക്സ്പെക്റ്റിംഗ് ലൈക്ക് PG ഫസ്റ്റ് ചാൻസിൽ കിട്ടും, എയിംസിലോ എവിടെയെങ്കിലുമൊക്കെ കിട്ടും, അപ്പോൾ എന്താ PG എഴുതാത്ത, എന്താ PGക്ക് പോവാത്ത, വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കാലിൽ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ, നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സ്, ഇവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് നമുക്ക് വിഷമം തുടങ്ങും. അപ്പോൾ നമ്മളൊന്നും ആയില്ലല്ലോ. കാരണം ഇത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമാണ്. നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റിൽ കിട്ടില്ല എന്നുള്ളത് ആർക്കും പറയാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തിന് നമ്മൾ ഈ ജോബ് സെലക്ട് ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് വേണം. രണ്ടാമത്തത്, നമുക്ക് ആ ഒരു സപ്പോർട്ടീവ് മെക്കാനിസം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ആ ഒരു സപ്പോർട്ടീവ് മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ പുറത്തു നിന്ന് തള്ളുന്ന പോലെയാണ്. മറ്റേ CID മൂസയിലെ കാറ് പോലെ നമുക്ക് അകത്ത് ഹോൾ ഇട്ടിട്ട് നമുക്ക് പലപ്പോഴും തള്ളാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് നമുക്കൊരു പുഷ് നമുക്ക് തീർച്ചയായിട്ടും വേണം. അതിനൊരു സപ്പോർട്ടീവ് മെക്കാനിസം നമുക്ക് വേണം. രണ്ടാമത്തെ ചോദ്യം എന്താ? അബൌട്ട് റീഡിങ് മാൻഡേറ്ററി അല്ല. അങ്ങനെ നമ്മൾ ബുദ്ധിജീവിയാണ് എന്ന് അവരെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ റീഡിങ് വെച്ചിരുന്നില്ല. കാരണം എല്ലാവരും വെക്കും റീഡിങ്. അതിപ്പോൾ എല്ലാവരും റീഡ് ചെയ്യുമല്ലോ. ഇപ്പോൾ പേപ്പർ വായിക്കും, മെറ്റീരിയൽ വായിക്കും, ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ബാലരമയോ അല്ലെങ്കിൽ കളിക്കുടുക്കയോ എന്തെങ്കിലുമൊക്കെ വായിക്കും. അത് കാര്യമില്ല. ഇനി റീഡിങ് വളരെ പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഓഫ് കോഴ്സ് റീഡിങ് വെക്കാം. അതും ഇപ്പോൾ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിൻ്റെ ഡാഫ് നോക്കുമ്പോൾ അവർ റീഡിംഗ് എന്നൊന്നും അല്ല വെക്കുന്നത്. റീഡിങ് മലയാളം ഷോർട്ട് നോവൽസ് റിട്ടൺ ആഫ്റ്റർ 2000. കാരണം ചോദ്യത്തിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ പിന്നെ മറ്റേ സിലബസ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2000-ന് ശേഷം പബ്ലിഷ് ചെയ്ത നോവലുകളെ ഞാൻ വായിക്കാറുള്ളൂ. തിരിച്ച് ചോദിക്കുക അതിന് മുമ്പുള്ള നോവൽ എന്തുകൊണ്ട് വായിക്കുന്നില്ല എന്നുള്ളത്, അതിനൊരു ഉത്തരം കണ്ടുപിടിച്ച് വെക്കണം. പക്ഷേ അത്ര സ്പെസിഫിക് ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ വെക്കുന്നത്. അതല്ലാതെ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും റീഡ് ചെയ്യാമല്ലോ. അത് നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്ലാനിങ്ങിലെ ഒരു ഇഷ്യൂവും കൂടിയാണ് കാണിക്കുന്നത്. വളരെ ജനറലായിട്ട് നമ്മൾ റീഡിങ് കയ്യിൽ കിട്ടുന്നതൊക്കെ വായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാഷൻ ഇല്ല എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ വെക്കണം എന്നുള്ളത് നിർബന്ധമില്ല. നമ്മൾ വളരെ നമ്മൾ ബുദ്ധിജീവിയാണെന്ന് കാണിക്കുന്ന ഹോബീസ് വെക്കണം എന്നൊന്നുമില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ വെക്കുന്ന ഹോബി നമ്മൾ കുറച്ച് കാലമെങ്കിലും പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്ത സാധനമായിരിക്കണം. കാരണം അവരുടെ ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് വരുമ്പോൾ ആ ഹോബിയുടെ തിയറി ആയിരിക്കില്ല ചോദിക്കുന്നത്, അതിനകത്തുള്ള പ്രാക്ടിക്കൽ നുവാൻസസ് ആയിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു ഹോബി ആണെങ്കിൽ നമ്മളെന്താണ് ഓടാൻ പോകുന്നു, ജോഗിങ്ങിന് പോകുന്നു, രാവിലെ 6 മണി മുതൽ 7 മണി വരെ, 9 മണിക്ക് ശേഷം മാത്രം കണ്ണ് തുറക്കുന്ന ആളാണ് ഇങ്ങനൊരു ഹോബി വെക്കുന്നതെങ്കിൽ രാവിലെ 6 മണിക്ക് ഓടുമ്പോൾ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാണുന്നു, 10 മണി അല്ലെങ്കിൽ ടീച്ചർമാർ അല്ലെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിക്ക് പോകുന്നതാണ്. ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് 6 മണിക്ക് ജോലിക്ക് പോകുന്നത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആ ഒരു നുവാൻസസ് അവർ തീർച്ചയായിട്ടും ചോദിക്കും. അവിടെ ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ ഇൻറ്റഗ്രിറ്റിയാണ്, പക്കാ ഷുവറാണ്, അപ്പം തന്നെ പുറത്താവും നമ്മൾ. I am Nivedita. So, sir, what are the changes that can be expected in the future of the UPSC exams? അറിയില്ല, UPSC ആണ് തീരുമാനിക്കേണ്ടത്, നമുക്ക് പറയാൻ പറ്റില്ല. Okay, sir, how did you create your supportive environment? അതിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ വിജയത്തിൽ അസൂയയില്ലാതെ സന്തോഷിക്കുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാരുണ്ടാവും, നമുക്കറിയാമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാവണം നമ്മുടെ ഈ ഒരു സപ്പോർട്ടിങ് എൻവയറമെൻറ്റിലുള്ളത്. അത് കുറച്ച് ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ആ ക്രിയേറ്റീവ് എൻവയറമെൻറ്റ്. അവരെ വിശ്വാസത്തിലെടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോവുകയും വേണം. സോ പിന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും പറ്റണം. കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ ഒരു കീ പോയിൻ്റാണ്. നമുക്ക് വിഷമം വരുന്നു, നമ്മൾ ഡെസ്പാകുന്നു, നമ്മൾ ഡൗൺ ആണ്, ഇത് തുറന്ന് പറയാനുള്ള ഒരു സമയം കൂടി കണ്ടെത്തണം. Sir, why did you take this service after taking medicine? വളരെ പ്ലെയിൻ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെഡിസിൻ ബോറടിച്ചു എന്നുള്ളതാണ് പറയാനുള്ള ഉത്തരം. അപ്പോൾ ആ ഒരു ജോബ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലെവലിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു ജോബാണ് മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷേ ജോബ് തുടങ്ങിയ സമയത്ത് ഒരു വളരെ മൊണോട്ടോണസ് ആയിട്ടുള്ളൊരു ജോബായിട്ട് തോന്നി. എല്ലാ ദിവസവും നമ്മൾ OP പോകുന്നു, ഒരേ രോഗവുമായിട്ട് ആൾക്കാർ വരുന്നു, മുട്ടുവേദന, കാലുവേദന, ആൾക്കാർ മാത്രമേ മാറുന്നുള്ളൂ, സെയിം കംപ്ലയിൻറ്റ്സ് ആണ്, സെയിം മരുന്നാണ്. അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം എന്നുള്ളതെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്ലാറ്റ്ഫോം അവിടെ തരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങി. അതാണ് സത്യസന്ധമായ ഉത്തരം. അപ്പോൾ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയിലും, ഏതൊരു കാര്യം ചെയ്യുന്നതിലും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടു കൂടി ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൈ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് എ കരിയർ ഷിഫ്റ്റ്. Thank you, sir. സർ, എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കോൺട്രി ആയിട്ടുള്ള, ഐറോണിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ടൈറ്റിലിൽ നിന്ന്. കാരണം നമ്മളിപ്പോൾ IAS അല്ലായിരുന്നുവെങ്കിൽ, ഇഫ് യു ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു ഗോ ബാക്ക് ഇൻ ടൈം, ഓർ ഇഫ് യു ഹാഡ് എ സിക്സ്ത് സെൻസ്, അങ്ങനെ ആയിരുന്നെങ്കിൽ സർ IAS അല്ലായെങ്കിൽ വേറെ ഏത് സർവീസ് എടുക്കുമായിരുന്നു? ഇത് ചോദിക്കാൻ കാരണം ഞാനൊരു സോളിഡ് IFS ആസ്പിരൻ്റ് ആണ്. അപ്പോൾ എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം, ഞാൻ നിരുപമ റാവുവിനെയും ഒക്കെ കണ്ട് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ സാറിന് IAS അല്ലായിരുന്നുവെങ്കിൽ, ഹോം കാഡറും അല്ലായിരുന്നുവെങ്കിൽ സാർ എന്ത് ചൂസ് ചെയ്യുമായിരിക്കും, എന്തുകൊണ്ട്? IAS അല്ലായിരുന്നെങ്കിൽ ഞാൻ വേറൊരു ഓപ്ഷന് സെലക്ട് ചെയ്യുകയായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ കണ്ടിന്യൂസ് എ ഡോക്ടർ ഒരു PG എടുത്ത് ചിലപ്പോൾ ചെയ്തേനെ. ശരിക്കും എൻ്റെ ആദ്യത്തെ തവണ ഞാൻ ഡാഫ് ഫില്ല് ചെയ്തപ്പോൾ ഞാൻ IAS മാത്രമേ വെച്ചിരുന്നുള്ളൂ, ഞാൻ വേറൊരു സർവീസും വെച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ മെൻറ്റർ എൻ്റെ അടുത്ത് ചോദിച്ചത് ശരിയല്ല, ബാക്കി സർവീസുകൾ കൂടി വെക്കണം, ചിലപ്പോൾ ആ സർവീസിലുള്ള ആൾക്കാരായിരിക്കും ബോർഡിലിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുക എന്തുകൊണ്ട് നീ ആ സർവീസ് എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടക്കേട് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് എവറി സർവീസ് ഇസ് യുണീക്ക്. പക്ഷേ നമ്മുടെ ഇഷ്ടമാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത്. അപ്പോൾ സർവീസ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും വെക്കുക. പിന്നെ വേറെ എല്ലാ കേഡറിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസുകളുണ്ട്. കേരളം നമ്മുടെ ഹോം കേഡറാണ്, നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ നാടാണ്, അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജുകൾ. അപ്പോൾ കുറേ ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്, അത് ഞാനിപ്പം പറയുന്നില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി യു വിൽ കം ടു നോ. മറ്റ് കേഡേഴ്സിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ ആക്ച്വലി കേരളം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഐ വാസ് എക്സ്പെക്ടിങ് വെസ്റ്റ് ബംഗാൾ കേഡർ. എൻ്റെ ആ ഒരു റൊട്ടേഷൻ വൈസ് അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ആക്സിഡൻ്റലിയാണ് എനിക്ക് കേരള കേഡർ കിട്ടുന്നത്. പക്ഷേ മറ്റ് കേഡറാണെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് മലയാളി ഓഫീസേഴ്സ് മറ്റ് കേഡറിൽ എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മലയാളി ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനും നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും കിട്ടും. സാർ, എനിക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചൊരു സംശയമായിരുന്നു. ചിലർ പറയുന്നു ആ അറ്റംപ്റ്റ് ചെയ്യുന്ന ഇയറിലെ മാത്രം കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഹിസ്റ്ററിയുടെ പാട്ടാകും. അപ്പോൾ അത് ഉള്ളതാണോ? കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ലാസ്റ്റ് 1 ഇയർ തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രിപ്പറേഷൻ നമ്മൾ എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുവോ
അപ്പോൾ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമുക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമുക്ക് മനസ്സിലാകും, നമ്മുടെ നോളജ് കുറച്ചും കൂടി സ്ട്രോങ് ആകും. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അപ്പോൾ ആ ഒരു ഫ്ലോ വരും. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നോളജ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പക്ഷേ ഫോക്കസ് കൊടുക്കേണ്ട ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ടൈമാണ്. ഇപ്പോൾ നിങ്ങൾ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇന്ന് തൊട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം വായിക്കാനേ സമയമുള്ളൂ. പക്ഷേ നിങ്ങളൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ആൻഡ് യു ആർ ട്രൈങ് ടു അറ്റംപ്റ്റ് ദ എക്സാം ആഫ്റ്റർ 3 years, യു ക്യാൻ സ്റ്റാർട്ട് റീഡിങ് കറണ്ട് അഫയേഴ്സ് ഫ്രം നൗ ഓൺവേർഡ്സ്. അപ്പോൾ ഒരു 3 വർഷത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റിനേക്കാളും നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് കൊടുക്കും. സർ, 30 വയസ്സിന് ശേഷം 30 വയസ്സിന് താഴെയുള്ളവരുടെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർ ആക്ച്വലി? അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എക്സാം വൈസിൽ വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഓൺലി തിങ് ഈസ് ലൈക്ക് കരിയർ ഗ്രോത്ത് ആണ്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തിന് സർവീസ് എടുക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇഫ് യു ആർ പ്ലാനിങ് ടു ബിക്കം ചീഫ് സെക്രട്ടറി ഓർ ക്യാബിനറ്റ് സെക്രട്ടറി, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എങ്കിൽ ഒരു പക്ഷേ 30 വയസ്സിന് ശേഷമാണെങ്കിൽ അതിൻ്റെ സാധ്യത വളരെ വിരളമായിരിക്കും. നമുക്കൊരു പക്ഷേ ആ ഒരു അത്രയും ഉയർന്ന റാങ്കിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേതെങ്കിലും പ്രൊഫഷനൊക്കെ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. നമ്മുടെ ജോബ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എക്സ്പീരിയൻസ് നമ്മളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 24 എല്ലാവരും ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിലും ഒരു 24-കാരൻ കളക്ടർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ജീവിതം കണ്ട ഒരു 34-കാരനായിട്ടുള്ള കളക്ടർ ഒരു പക്ഷേ മെച്ചപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ലക്ഷ്യം അൾട്ടിമേറ്റ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇത് ടോപ്പ് ഗ്രേഡ് ആണെങ്കിൽ ഒരു പക്ഷേ അതിന് സാധ്യത കുറവായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് കൂടാതെ? ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ ഷുഡ് ബി ഇൻറ്റൻസ്, വെരി ഇൻറ്റൻസ്. കാരണം ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 32ാമത്തെ വയസ്സിൽ നമ്മുടെ ചാൻസ് എക്സോസ്റ്റ് ആവും, അവിടെ വരെയുള്ളൂ. ഒ ബി സി ആണെങ്കിൽ 35ാമത്തെ വയസ്സിൽ കഴിയും. അപ്പോൾ നമുക്ക് 30ാമത്തെ വയസ്സാണെങ്കിൽ നമുക്ക് 2 അവസരമേ ഉള്ളൂ. നമുക്ക് പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് കൂടുതൽ സമയമില്ല. എന്നിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 30ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്ലാൻ ബി ഷുഡ് ബി വെരി സ്ട്രോങ്. കാരണം ഒരു 22ാമത്തെ വയസ്സിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ 2 വർഷം ട്രൈ ചെയ്തു, കിട്ടുന്നില്ല, മറ്റേതെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്യാൻ പിന്നെയും പ്രായമുണ്ട്. പക്ഷേ 32 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മറ്റേതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രായം കൂടുതലാണെങ്കിൽ നമ്മുടെ പ്ലാൻ ബി വളരെ വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് UPSC ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം കളയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതം പിന്നെയും നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാൻ ബി സ്ട്രോങ് ആയിരിക്കണം.